നമ്മളിപ്പോൾ താമസിച്ചിടന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ എങ്ങാണ്ട് വന്നെന്ന് തോന്നുന്നു. ഈ ടൈഗേഴ്സ് നെസ്റ്റിൻ്റെ താഴെ ബ്രീസ് പോയിൻറ്റിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതെ, ബാക്കിൽ കാണാം നമ്മുടെ വണ്ടി, ബൈക്ക് എല്ലാം അവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് മേളിലോട്ട് കയറണത്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ എന്തോ 1000 രൂപ ഇവർക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഗൈഡുണ്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ബാക്കിൽ ഇതേ നിങ്ങൾക്ക് കാണാമെന്നല്ല, ആ മലയുടെ അവിടെ എവിടെയും കണ്ടാണ് ഈ സംഭവം. അപ്പോൾ നല്ല രസമുള്ള സ്ഥലം കേട്ടോ, കാണിച്ചു തരാവേ. ഇവിടെ മൊത്തം മറ്റേ നമ്മുടെ പൈൻ പോലത്തെ ട്രീസൊക്കെയാണ്. കയറി വരുമ്പോൾ മൊത്തം മറ്റേ ഈ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ടൈപ്പ് എന്താ പറയുക മരങ്ങളാണ് ഏകദേശം ഫുള്ളായിട്ട്. നല്ല രസമുള്ള സ്ഥലം. ചുറ്റോട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാൻ തുടങ്ങുകയാണേ. ഇങ്ങനെ ഈ കല്ലെട്ട് വഴി കൂടെയാണ് കയറി പോകുന്നത്. ഇവിടെ ഈ പോണി ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിയിലും കണ്ടായിരുന്നു, കണ്ടമാനുണ്ട് ഈ സാധനം. നടന്ന് കയറാൻ പറ്റാത്തവരെ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ ആയിരിക്കും. നല്ല കൊഴുത്തുരുണ്ട് ഇരിക്കുന്ന പോണികളാണ്. രസമുണ്ട് കാണാൻ. സീന എൻ്റെ ഇവിടെ ഒരുപാട് പക്ഷികൾ. എന്താണെന്നല്ല, ഫാൻറ്റയോ ഇല്ല, സ്പാരോ ഇല്ല. എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഈ പോണിയുടെ ചാണകത്തിനകത്തുള്ള സാധനങ്ങളൊക്കെ തിന്നിട്ട് പോവുക. നമ്മൾ ആ മലയുടെ മേളിലാണ്ട് കയറേണ്ടതെന്നാണ് തോന്നുന്നത്. Carbon negative country or zero carbon. Yeah, we have lot of like vehicles. We have lots of like what you call like factories also there. Number of vehicles are also like more. So whatever the pollution, no, whatever the pollution produced. So more than that, we have forest. Okay. Yeah. So forest can like have all the like carbon dioxide and produce more oxygen. Okay. Good. That's good. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് പോയിൻ്റ് ഞാൻ നേരത്തെ കാണിച്ചേ. അവിടെ നമ്മൾ പതുക്കെ കയറി തുടങ്ങാം കേട്ടോ. നമ്മൾ കുറേ ദൂരം കാട്ടിക്കൂടെയൊക്കെ പോവും. ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ച് യാത്രയുണ്ട് എന്നാണ് നമ്മുടെ ജെൻസൺ ബ്രോ പറഞ്ഞ്. പുള്ളിയാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ പുള്ളി ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കാർബൺ നെഗറ്റീവാണ് ഈ സ്ഥലം. എന്നുവെച്ചാൽ ഇവിടെ ഇവർക്ക് ഫാക്ടറീസ് ഉണ്ട്, പല പല ഫാക്ടറീസ് ഉണ്ട്, ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. പക്ഷേ പോപ്പുലേഷനിൽ കുറവാണ്. ഇനി ഇവർക്ക് ആക്ച്വലി ഇവരുടെ ആസ് പെർ ഗവൺമെൻറ് റൂൾ എത്രയാണ് 60% ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിൽ കൂടുതലുണ്ട്. മോർ ദാൻ 70% ഫോറസ്റ്റ് ഇവർക്ക് ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ഓക്സിജൻ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കാർബൺ ന്യൂട്രൽ എന്നാണ്, കാർബൺ നെഗറ്റീവ് എന്ന് പറയണേ. സോ ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, മൊത്തം
ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ഓക്സിജൻ. ഭയങ്കര പ്യൂരിറ്റിയാണ് ഇവിടുത്തെ എയറിന്. അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് എല്ലാത്തിനകത്തും നിറച്ച് കാടും സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഫുള്ള് കാടാണ്, കുഞ്ഞ രാജ്യമാണ്. സോ ഈ കല്ലുകൊണ്ടുള്ള സാധനങ്ങളല്ലേ, ഇത് ആക്ച്വലി നമ്മുടെ സ്തൂപത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി 7 കല്ലുകൾ വെച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഡിഫർ ചെയ്യും അവരുടെ ലക്കി നമ്പേഴ്സ് വെച്ചിട്ട്. ഒരാൾ ഒരെണ്ണം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർക്കത് കാണാം, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ഭൂട്ടാൻ രാജ്യമാണ്, പക്ഷേ ഭൂട്ടാന് വേറെ ഇതില്ല, എന്താ പറയുക, ഭൂട്ടാനകത്ത് സ്റ്റേറ്റ്സ് ഇല്ല. ഇവിടെ ഡിസ്ട്രിക്ട്സ് മാത്രമേ ഉള്ളൂ. 20 ഡിസ്ട്രിക്റ്റായിട്ട് ഭൂട്ടാനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഗൈഡ് ജെൻസൺ ബ്രോയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ വരുമ്പോൾ കുറച്ച് പേപ്പർ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭൂട്ടാനിലെ വണ്ടികളാണ്, ഭൂട്ടാൻ രജിസ്ട്രേഷൻ വണ്ടികളാണ് നമ്മൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പെർ ഡേ 100 രൂപ ഗ്രീൻ ടാക്സ് ഉണ്ട് ഇവിടെ. അതേപോലെ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യൻ രജിസ്ട്രേഷൻ വണ്ടികൾ ഇവിടെ കൊണ്ടുവരാം. പക്ഷേ അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ ഈ 100 എന്നുള്ളത് നേരെ മാറി 4500 രൂപയാവും. അപ്പോൾ ഒരു ദിവസം ഒരു വണ്ടിക്ക് 4500 രൂപ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇവർക്കൊരു സെൻട്രലൈസ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ കോവിഡിന് മുന്നേ അങ്ങനെ അല്ലായിരുന്നു. കോവിഡിന് ശേഷം ഇവർക്കിപ്പോൾ ഇവിടെ ഒരു CPMS എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ എൻട്രി വരുമ്പോൾ ആദ്യം ഈ ഭൂട്ടാനിൽ RT ഓഫീസ് പോലത്തെ സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എൻട്രി ചെയ്യും. അതൊരു QR കോഡ് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റും ക്രോസ് ചെയ്യുമ്പോൾ ആ QR കോഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ എല്ലായിടത്തും ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഈ QR കോഡ് അവർ സ്കാൻ ചെയ്യും. അങ്ങനെ സിസ്റ്റത്തിനകത്തൊരു എൻട്രി നടക്കും. അങ്ങനെയാണ് ഇവിടുത്തെ എന്താ പറയുക ആ സിസ്റ്റം നടന്നു പോകുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടിയും കൊണ്ട് വരണമെങ്കിൽ കുറച്ച് കാശ് പൊട്ടിച്ചാലേ പറ്റുള്ളൂ. ഈ പറഞ്ഞ 10 ദിവസത്തേക്ക് വരണമെങ്കിൽ ഒരു 45,000 രൂപ വണ്ടിയുടെ ഗ്രീൻ ടാക്സ് എന്നുള്ള രീതിയിൽ മാത്രം കൊടുക്കേണ്ടി വരും. പക്ഷെ അതും ഒരുപാട് നാളായിട്ടില്ല അതും തുടങ്ങിയിട്ട്. വെച്ചാൽ മുമ്പ് എല്ലാ വണ്ടിക്കും വെച്ചാൽ ഇപ്പം നമ്മൾ ഭൂട്ടാൻ രജിസ്ട്രേഷൻ വണ്ടിക്ക് 100 രൂപ കൊടുക്കുന്ന പോലെ മുമ്പ് എല്ലാ വണ്ടിക്കും പെർ ഡേ 100 രൂപയായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഭൂട്ടാൻ രജിസ്ട്രേഷൻ വർക്കേഴ്സിന് മാത്രം പെർ ഡേ 100 രൂപയും ബാക്കിയുള്ള വണ്ടിയൊക്കെ പെർ ഡേ 4,000. ഐ മീൻ അതർ നേഷൻസിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ 4,500 പെർ ഡേ ആക്കിയിട്ടുണ്ട്. ഒരിക്കൽ വരണം, ബൈക്കും കൊണ്ട് വരണം എന്നൊരാഗ്രഹമുണ്ട്. സ്വന്തം ബൈക്ക് കൊടുത്തത് നോക്കട്ടെ, ദൈവം സഹായിക്കാണ് വരാം. നമുക്കിനി പതുക്കെ ബാക്കി കയറി വെക്കാം. ഏകദേശം 2 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കുറേ കുഞ്ഞ് കെട്ടിടങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അവർ പൈപ്പിൽ നിന്ന് കയറ്റി വിടുന്നതാണ്. നല്ല തണുപ്പായിരിക്കും മിക്കവാർ. പത്തോക്കട്ടെ. യെസ് ബ്രോ, ഇറ്റ് ഈസ് ഡ്രിങ്കബിൾ നോ? ഓക്കെ ഓക്കെ, വേണ്ട. അഭിനയിച്ച് ഓക്കെ. അപ്പോൾ ഇത് കുടിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, പൊല്യൂട്ടഡ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനൊരു കുഞ്ഞ് അമ്പലങ്ങളൊക്കെ നമ്മൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം ഇത് കൂട്ടി ചെറിയ ഈ വെള്ളം ഒഴുകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല കാടാണ്, പക്ഷേ വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ദിവ്യക്ക് ചെറിയ പണി കിട്ടിട്ടോ. അപ്പോൾ ഒച്ചത്തിൽ പറഞ്ഞു ഇതിനകത്ത് കേൾക്കും. ഫോൺ ഞാനിങ്ങനെ ജാക്കറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് കൈ അങ്ങനെ വെച്ചിട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ കൂടെ കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ കുറച്ച് BP കൂടിയിട്ട് പുള്ളി
വാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് താഴെ അവിടെ നിന്നു. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ചെറുതായി ഫോണിൽ നിന്ന് മാറിപ്പോയി. പിന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പം ജസ്റ്റ് താഴേന്ന് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് തന്നെ പുറകെ വരുന്ന ചേട്ടൻ. Say hi, bro. So thanks a lot. Actually, we are vlogging. So he just mentioning this even. Know that the phone went off. So പുള്ളി ഹെൽപ്പ് ചെയ്തു. പുള്ളി ആരെങ്കിലും ഫോൺ താഴെ പോയെന്ന് വെച്ചിട്ട് പുറകെ വന്നു. ജസ്റ്റ് താഴെ തന്നെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് അയാൾ പോയിട്ട്, എന്നാലും അറിഞ്ഞു പോലും ഇല്ല പുള്ളി പുറകെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്, ആരെങ്കിലും എന്ത് പോയാലും തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഷുവർട്ടി ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ ഷുവർട്ടി ഒന്നുമില്ല കേട്ടോ. അത് പോയാൽ തിരക്കുള്ള സ്ഥലമൊക്കെയാണ്, ഇതുപോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. അത് പോയാൽ അത് മിക്കവാറും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് വേണമെങ്കിൽ ലോട്ടറി എടുത്ത് നോക്കാം. നല്ല വഴിയാണ് കേട്ടോ നമ്മുടെ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. പക്ഷേ പാറക്കല്ലും സാധനങ്ങളൊന്നും ഇതുവരെ ഇല്ല. നല്ല സീനറിയാണ്, നോക്കൂ. ആക്ച്വലി ഇവിടെ ഇപ്പം എത്ര ഡിഗ്രിയാണ്? ഒരു 6-7-8 ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ടാവും. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നുണ്ട്. ഒരു തെർമൽ, അതിൻ്റെ മുകളിൽ നമ്മുടെ നോർമൽ ഷർട്ട്, അതിൻ്റെ മുകളിലാണ് ഈ സ്വെറ്റ് ഷർട്ടിലാണ്. മിക്കവാറും ഇതൊക്കെ ഒരു കളയേണ്ടി നിന്നാണ്. ഞാൻ നമ്മുടെ ജെൻസൺ ബ്രോയുടെ ഇവിടുത്തെ എങ്ങനെയാണ് ഇവർക്ക് റവന്യൂ ഉണ്ടാവണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി റവന്യൂ പിന്നെ എഡ്യൂക്കേഷൻ ഓൾസോ. അപ്പം ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ തന്നെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഗവൺമെൻറ് എല്ലാം ഫ്രീ ആണ്. +2 വരെയുള്ള എഡ്യൂക്കേഷൻ ഫുള്ള് ഫ്രീ ആണ്. എന്നുവെച്ചാൽ 10, 11, 12 അതുവരെയുള്ള എല്ലാം ഫ്രീ ആണ്. പിന്നെ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. എത്ര പറഞ്ഞേ? 20 ഡിസ്ട്രിക്റ്റാണ് ഞാൻ പറഞ്ഞാണ്. എത്രയോ 8 ലക്ഷമോ? 7-8 ലക്ഷം കണ്ടേ ഉള്ളൂ ഇവിടുത്തെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ. പിന്നെ എന്താ പറയുക, മറ്റേ എഡ്യൂക്കേഷൻ +2 വരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 6th, 8th, 10th, 12th ഇത്രയാണ് ഇവിടുത്തെ ബോർഡ് എക്സാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകാം. അപ്പോൾ ഹയർ സ്റ്റഡീസിന് ഇവിടുത്തെ കോളേജിൽ തന്നെ പഠിക്കാം. ഇനി അല്ല പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺട്രീസിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇന്ത്യ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ട് പോകാൻ ഗവൺമെൻറ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുക, +2 ആവശ്യത്തിന് മാർക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പിന്നെ പ്രൈവറ്റായിട്ട് കോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ ഗവൺമെൻറ് കോളേജസിലോ അല്ലെങ്കിൽ പുറത്തോട്ട് എവിടെയെങ്കിലും പോയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ എന്താ പറയുക, റവന്യൂ എന്ന് പറയുന്നത് ഇവർക്ക് ഹൈഡ്രോളിക് പവേഴ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ കൃഷിയുണ്ട്. അഗ്രികൾച്ചർ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. വെച്ചാൽ ഇവിടെ ഇവർക്ക് 4 സീസണുണ്ട്. അപ്പോൾ 4 സീസണിലും വളരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ഇപ്പം ധാന്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അരി, ഗോതമ്പ്, റാഗി, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. അത് ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് ഇവർ എക്സ്പോർട്ടും ചെയ്യും. പിന്നെ ഫ്രൂട്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഓറഞ്ചൊക്കെ വെച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ ഒരു മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കെമിക്കൽസ് യൂസ് ചെയ്യാറില്ല. ഫുള്ള് ഓർഗാനിക് പരിപാടികളാണ്. വളമൊക്കെ ആയിട്ട് കവുടങ്ങും, ചാണകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. അല്ലാതെ ഓവറായിട്ട് കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല ഇവിടെ. രാസവളങ്ങളും ഇല്ല, മരുന്ന് പ്രയോഗങ്ങളില്ല. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് അങ്ങനെയുള്ള കൾച്ചർ ഇഷ്ടമാണ്. നല്ല
രസമുള്ള സ്ഥലം. പിന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഗൈഡിൻ്റെ ഇതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ട്രിപ്പിന് വരുമ്പോൾ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതേപോലെ ഇന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളാണ്. ഇങ്ങോട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു നമ്മുടെ സ്വന്തം വണ്ടിയിലോ ഒക്കെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എമൗണ്ട് കൊടുക്കണം. അത് പോരാഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരാളിനെ ഗൈഡായിട്ട് കൂടെ കൊണ്ടു നടക്കണം. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്ന് നമ്മൾ പാസ്സൊക്കെ എടുക്കുമ്പോൾ ആ ഗൈഡിനെയും കൂടെ വെച്ചാൽ അത് ഇവർക്കൊരു ഇൻകം ആണ്. ഇതർ ചായ അപ്പോൾ ഇവർക്കൊരു ഇൻകം ആണ്. അതേപോലെ ആ പോകുന്നവർക്കൊരു പ്രൊട്ടക്ഷൻ ഇതും കൂടെ. കാര്യം വെച്ചാൽ ഇവർക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. സോ നമ്മളെ കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മളിടയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോവുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടാവും. അങ്ങനെ സോ നമ്മൾ ഏകദേശം പകുതിയോളം കയറി. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ടൈഗർ നെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിനി ആ കാണുന്ന ഓറഞ്ച് ബിൽഡിങ്ങിൽ എത്തണം. അവിടെ നിന്ന് കയറിയാണ് പോവുക. ഇവിടെ എല്ലായിടത്തും ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. താഴെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്. വഴിയിലെങ്ങും വേസ്റ്റ് ഇല്ല, എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ മരമുണ്ട് കേട്ടോ. മരത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരുപാട് മരത്തിൻ്റെ താഴെ ഇതേപോലത്തെ നോട്ട്സ് ഉണ്ട്. വേണോ 2018 വെച്ചിട്ട് 121 വർഷമാണ് ഇതിൻ്റെ പ്രായം. സോ എല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വഴി കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ക്ഷീണമൊന്നുമില്ല കേട്ടോ, വലിയതായിട്ട് അണയ്ക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല തണുപ്പ്, നല്ല കാറ്റ്, ചെറുതായിട്ട് അകത്ത് വേർക്കുന്നുണ്ട്. ഇനി തെർമലൊക്കെ ഇട്ടേക്കുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിത് അങ്ങനെ നടന്ന് കഫേയുടെ അടുത്തെത്തി. ഇവിടെ നമുക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ അടിച്ചിട്ടിഞ്ഞ് കയറാം. അധികം ദൂരമില്ല തോന്നണം. നമ്മൾ ഏകദേശം പകുതി കയറി. ഇനി ഇതേ അതുവരെ കയറിയാൽ മതി. ആ മലയുടെ അങ്ങോട്ട്. ഇതൊക്കെ ഉണ്ടാക്കിയവരെ അമ്മയൊക്കെയാണ്. ആ പാറയുടെ സൈഡിൽ കൊണ്ടുവച്ചുണ്ടാക്കിയവരെ അമ്മേ. നല്ല നീലാകാശം, വെളുത്ത മേഘങ്ങൾ, പാറക്കെട്ട്, അതിൻ്റെ താഴെ ഒരു കഫേ. കിഡു ആംബിയൻസ്. അപ്പോൾ അതെ, നമ്മളിവിടെ വന്ന് ഈ ഇതിനകത്ത് കയറി. നമ്മുടെ എന്താ പറയുക, കുട്ടി റെസ്റ്റോറൻറ്റ് ഈ മലയുടെ നടുക്കുള്ള കയറി. ഞാൻ ഒരു ഫാൻറ്റ മേടിച്ചു. ദിവ്യ എന്താ മേടിച്ചേ? ഒരു കോഫി, ടീ, മസാല ടീ, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്. ഇവിടെ നല്ല കിടുക്കാച്ചി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ദാ നമ്മുടെ ടൈഗേഴ്സ് നെസ്റ്റ് അവിടെ കാണാം. ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ കാണാം. അടിപൊളി വ്യൂ ആണ്. നമ്മൾ കയറുമ്പോൾ എന്തായാലും പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ടേ പോകുള്ളൂ. സോ അടിപൊളി സ്ഥലം. എന്തായാലും വൈകുന്നേരം വന്ന് നിന്ന് ഒരു ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് ബാക്കി കയറാം. ഓൾമോസ്റ്റ് നമ്മൾ പകുതി ദൂരം കവർ ചെയ്യുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഇത് അവിടെ നിങ്ങൾക്ക് ഫ്ലാഗ് കാണുമല്ലോ, അതിൽ കൂടെ അങ്ങോട്ടൊക്കെ കയറി എങ്ങനെയോ കയറി ഇങ്ങനെ വന്ന് ഇവിടെയാണ് വരേണ്ട.
അതാണ് നമുക്ക് പോവേണ്ട സ്ഥലം. പക്ഷേ ഈ പറഞ്ഞ പോലെ റോഡൊന്നും ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാനില്ല, ആൾക്കാരുടെ മൂവ്മെൻ്റ് ഒന്നും കാണാനില്ല. എന്താ സംഭവം നമുക്ക് നോക്കാം. അങ്ങനെ ഇങ്ങനെ കയറി വന്നപ്പോഴാണ് 2 കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയും കൂടെ കയറിപ്പോന്നേ. അപ്പോൾ ആദ്യം ആക്ച്വലി ആ മൂത്ത പയ്യൻസ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഞങ്ങളത് കണ്ടിട്ട് പേടിച്ചു പോയി. ഞങ്ങൾക്ക് തന്നെ നടന്നു കയറാൻ നല്ല ക്ഷീണമുണ്ട്. ഈ പുള്ളിക്കാരൻ ആ കുഞ്ഞിനെ കൊണ്ട് എടുത്താണ്, പയ്യൻസ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ താഴെ നിർത്തി, പിന്നെ ഈ കുഞ്ഞ് തന്നെ നടന്നു. നമ്മുടെ എന്താ പറയുക, അവിടെ പോയി ചെറുതായിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇത്തിരി ഫാൻ്റെയൊക്കെ കുടിച്ച് ഒരു ബോട്ടിൽ മേടിക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കയറി തുടങ്ങി. നല്ല കയറ്റമാണ്, പക്ഷേ ഇവർ വഴി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഈ സ്റ്റെപ്പിന് വരെ ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ടാണ് കയറി വന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ ടൈഗേഴ്സ് നെസ്റ്റിൻ്റെ വ്യൂ കാണാം. കുഞ്ഞു പിള്ളേർ കുറേ പേര് കയറി പോകുന്നുണ്ടോ. ഇത് നമ്മുടെ വ്യൂ. താഴോട്ട് നല്ല കുഴിയാണ്. പിന്നെ നമ്മുടെ ജെൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് വേറൊരു കാര്യം, ഇവിടെ വീടുകളിലെ മരാമത്ത് പണികളൊക്കെ മോസ്റ്റ്ലി അവർ തന്നെയാണ് ചെയ്യുക. അവർക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കയ്യിലുണ്ട്. സോ മിക്കവാറും എല്ലാവരും അവനവൻ്റെ വീട്ടിലെ പണികൾ അവനവൻ തന്നെയാണ് ചെയ്യുക. നമ്മളിത് കയറിക്കൊണ്ടേയിരിക്കുന്നു. വാച്ച് പ്രകാരം നമ്മളിപ്പോൾ ഏകദേശം 3.8 കിലോമീറ്റേഴ്സ് കയറിയിട്ടുണ്ട്. നല്ല കയറ്റമുണ്ടോ, പക്ഷേ കുഴപ്പമില്ല. ഈ കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിങ്ങനെയാണ് കയറിപ്പോകാൻ വേണ്ടി. ഇടയ്ക്ക് മലയുടെ ഇടയിൽ കൂടെ നമ്മുടെ ടൈഗേഴ്സ് നെസ്റ്റിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ആ സെയിം ലെവലിലെത്തി. Is there with them? Yeah, that magnet. Okay. ഇതുണ്ട്, അതൊരു കെട്ടിടമാണ്. ടൈഗേഴ്സ് നെസ്റ്റ് ആ ഡയറക്ഷനായിട്ട് വരും. സോ ഇത് ഒരു കേവായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന പുള്ളി ഇവിടുത്തെ ഒരു സീനിയർ മോസ്റ്റ് ഈ ഇവിടുത്തെ കിങ്ഡത്തിലെ ഒരാളായിരുന്നു. അപ്പോൾ ഈ എന്താ പറയുക 1926 ഈ കേവിനകത്താണ് ജനിച്ചത്. പിന്നെ ആദ്യം ഇതൊരു കേവ് മാത്രമായിരുന്നു പുള്ളി ജനിക്കുന്നതിന് വരെ. അത് കഴിഞ്ഞിട്ട് പുള്ളി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിനകത്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് വന്നു. അതിന് പുള്ളി ഇവിടുത്തെ എന്താ പറയുക ഈ പൊസിഷനിലൊക്കെ വന്നപ്പോഴത്തേനും ഇതൊരു മോണ്യുമെൻ്റ് പോലെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇത് ക്ലോസ് ചെയ്തേക്കാണ്, അകത്തോട്ട് കയറാൻ പറ്റില്ല. അതാണ് താഴെ നിന്ന് കാണിച്ചിരുന്നത്. നമ്മൾ ഹാർഡ് പാർട്ടൊക്കെ കഴിഞ്ഞു ഏകദേശം. ഇപ്പോൾ നിരപ്പായ സ്ഥലത്തൂടെ നടക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ട്രക്ക് കേട്ടോ. പതുക്കെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കയറി പോകാം. നല്ല വഴിയാണ് കേട്ടോ അത് മുഴുവൻ. നമ്മളിപ്പോൾ ഇന്ത്യയിലൊരു ഇതേപോലത്തെ ഒരു പിൽഗ്രിമേജ് സൈറ്റിൽ പോവുകയാണെങ്കിൽ, പിന്നെ അതെവിടെ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കേരളത്തിനകത്ത് ശബരിമലയിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും പിൽഗ്രിമേജ് സ്റ്റേഷനിലോ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ മോസ്റ്റ്ലി വെള്ളം കുടിക്കുന്ന കുപ്പികൾ, ഫുഡ് കൊണ്ടുവരുന്ന വേസ്റ്റ് സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിലും അതിനകത്തൊന്നും ഇടാതെ ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് കഴിച്ച് അവിടെ തന്നെ ഇട്ടേച്ച് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ പറ്റും.
പക്ഷേ ഇവിടെ അങ്ങനെ സംഭവം ഇതുവരെ കയറുന്ന വഴിക്ക് കണ്ടിട്ടേ ഇല്ല. എല്ലായിടത്തും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബിന്നകത്ത് തന്നെ ഇടുള്ളൂ, അല്ലാതെ വഴിയിലെങ്ങും വൃത്തികേടാക്കിയിട്ടില്ല. സോ അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ ഗുണം കൂടിയാണ്. വെച്ചാൽ അവർ ചെറുതിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനകത്ത് ഇമാതിരി റെസ്പോൺസിബിലിറ്റിയും കൂടെ വരും. നമ്മുടെ അവിടെ പഠിത്തം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള പഠിപ്പിക്കലാണ്. മാർക്ക് മേടിക്കുക, ജയിക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അവിടെ പഠിപ്പിക്കുന്നില്ല. അതിവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മൾ അടുത്ത വ്യൂ പോയിൻ്റ് എത്തി. ഇവിടെ നമുക്ക് നല്ല വൃത്തിക്ക് നമ്മുടെ ടൈഗർ നെസ്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വെച്ചാൽ മതി. ഇതിലേക്കൂടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി അതിലെ കൂടെ അങ്ങ് പോകണം. ഒരാൾ ദൂരമൊന്നുമില്ല, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. നമുക്ക് ടൈഗേഴ്സ് നെസ്റ്റിൻ്റെ വ്യൂ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ഇവർക്ക് ബുദ്ധിസത്തിൽ 3 ബുദ്ധന്മാരെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ റീസെൻ്റായിട്ട് ഏറ്റവും അവസാനത്തെ ബുദ്ധനാണ് ശാക്യമുനി ബുദ്ധ, അല്ലെങ്കിൽ നമ്മുടെ ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൗതമ ബുദ്ധന് മുന്നേ ഉണ്ടായിരുന്ന 2ാമത്തെ ബുദ്ധൻ 8th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറയുന്ന മൊണാസ്ട്രി. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഉണ്ടാക്കിയത് ഇവർ എന്താ പറയുക, ഇതാ ഒരു ക്യൂട്ട് ഡോഗി. ഓക്കെ, സോ അപ്പോൾ ഇത് ഇവർ ഉണ്ടാക്കിയത് ആക്ച്വലി പ്രോബ്ലി ഇത് ഈ റൂട്ടിൽ കൂടെ തന്നെ ആയിരിക്കും മിക്കവാറും വന്നത്. എന്താ പറയുക, നമ്മുടെ ഈ കുതിരപ്പുറത്തും മറ്റേ കോവർ കഴുതയുടെ പുറത്തൊക്കെ ആയിരിക്കും സാധനങ്ങളുണ്ടെന്ന്, അല്ലാതെ മനുഷ്യൻ്റെ മേത്തത് കെട്ടി തലച്ചുമടായിട്ട് ഇവിടെ എത്തിക്കുക എന്നുള്ളത് നടപ്പുവഴിയുള്ള കാര്യമാണ് തോന്നുന്നത്. നല്ല കാറ്റാണ് അവിടെ. ഇവിടെ നിന്നുള്ള ഫോട്ടോ ആയിരിക്കും നമ്മളെല്ലാത്തിലും കാണുന്നത്. നല്ല കറക്റ്റായിട്ട് അതിൻ്റെ വ്യൂ ആണ്. ഇനി നമ്മളിങ്ങനെ ഇറങ്ങി കാണുന്ന സ്റ്റെപ്പിൽ കൂടെയൊക്കെ കയറി വേണം മേളിലെത്താൻ നമ്മൾ. സോ നമ്മളത് ഫോട്ടോ എടുത്ത സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ടൈഗർ നെസ്റ്റിലോട്ട് നടക്കാം കേട്ടോ. സോ ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഒരു രക്ഷയില്ല. വേണ്ട, സ്കൈയൊക്കെ മാരകം. കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതിലേക്കൂടെ ഇറങ്ങിയിട്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നൊരു സമയമൊക്കെ ഉണ്ട്. ഇങ്ങനൊരു വലിയൊരു പാറയുടെ സൈഡിൽ സ്ലോപ്പിൽ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിലാണ് 90 ഡിഗ്രിയുള്ള പാറയുടെ ചരിവ് അറ്റത്ത് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് വേണ്ടോ. എന്നിട്ട് അറ്റത്ത് ബിൽഡ് ചെയ്ത് വെച്ചേക്കും. ഈ അറ്റത്തുള്ള സാധനങ്ങളൊക്കെ ഇവരെങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചതെന്ന് പോലും അറിയില്ല. വേണമെങ്കിൽ ഒരു ലോകമല മഹാത്ഭുതത്തിനകത്തൊക്കെ പെടുത്താവുന്ന കണക്കിനുള്ളൊരു സാധനം. നമ്മളിങ്ങനെ ഇറങ്ങി കുറേ ഇറങ്ങിപ്പോണം കേട്ടോ. അതിലെ കൂടെയൊക്കെ ഇറങ്ങി ഈ വഴി എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, നോക്കട്ടെ. പറ്റുന്നിടത്തോളം റെക്കോർഡ് ചെയ്യാം. ഏത്? ഓ, ഈ റെയിലോ? ഓക്കെ. അപ്പോൾ കേൾക്കാത്തവർക്ക് ഈ റെയിലൊക്കെ ആക്ച്വലി പാൻഡമിക് ടൈമിലാണ് ഇവരുണ്ടാക്കിയത്ര. അതിന് മുന്നേ ഈ റെയിലൊന്നും ഇല്ലായിരുന്നു. ഇതിലൊക്കെ കൂടെ വെറുതെ നടന്നു പോകണമായിരുന്നു എന്നാണ് പറഞ്ഞത്. റെയിലെന്ന് ഉദ്ദേശിക്കുന്ന ഈ സ്റ്റെപ്പും ഉൾപ്പെടും എന്നാണ് ഈ തോന്നുന്നത്. കാരണം വെച്ചാൽ സ്റ്റെപ്പൊക്കെ പുതിയതുപോലെ ഇരിക്കണം. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചില പാറക്കല്ല് മാത്രമേ പുതിയതല്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം കണ്ടിട്ട് പുത്തനായിട്ടിരിപ്പുണ്ട്. നമ്മൾ പിച്ചിൽ കൂടെ താഴെ എത്തി. അതാണ് നമ്മുടെ ടൈഗേഴ്സ് നെസ്റ്റ്. ഇനി ഇതിങ്ങനെ താഴോട്ട് പോയി അങ്ങ് വലിയ കുഴിയാണ്. പിന്നെ ഇവിടെ നല്ല സീനറി. ഇവിടെ ഒരാളും ലിറ്റർ ചെയ്യാറില്ല. വേസ്റ്റ് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ എന്താണെങ്കിലും അവർ വേറെ, ഇപ്പം ഞങ്ങളൊരു ഫാമിലി പോകുന്നുണ്ടായിരുന്നു, അവരെന്നെ എടുത്തുകൊണ്ട് പോകും.
എന്നിട്ട് വേസ്റ്റ് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ്. നമ്മുടെ ജെൻസൺ ബ്രോയുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ് അതിനും കൂടെയാണ് ഈ ഗൈഡിനെ കൂടെ വിടുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ആരും വേസ്റ്റ് എങ്ങും ഇടുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും കൂടെ ആയിട്ടാണ് ഈ പറഞ്ഞ ഗൈഡിനെയും കൂടെ വിടുന്നവർ. സോ അവർ എൻഷർ ചെയ്യും. അതായത് ഇവിടെ ഉള്ള സൂപ്പർ വെള്ളച്ചാട്ടം നമ്മൾ അതിലോട്ട് കയറുന്നതിന് മുന്നേ കണ്ടത്. എനിക്ക് ദൂരം പൊക്കത്തിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ നമ്മളിങ്ങനെ കയറി. അതാണ് നമ്മൾ ആ സൈഡിലുള്ളത്. നമ്മൾ ഇതിലെ കൂടെയൊക്കെയാണ് കയറി വന്നത്. ഈ സ്റ്റെപ്പ് ആ കവാടത്തിൽ കൂടെ കയറി ഇങ്ങ് പോകുന്നു. ഞാൻ അങ്ങോട്ട് വേറെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതിൽ കൂടെ കയറിയ അവിടെ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണെന്ന് അറിയില്ല. അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല. കയറാൻ പാടായിട്ട് കയറാനാണോ അത് സമ്മതിക്കാത്തതാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളിങ്ങനെ കയറി പോവാണ്. ഏകദേശം നടപ്പ് ദൂരം വെച്ചാൽ 5 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റുള്ള മലയുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കിയ ഒരു അമ്പലം കാണാം. പക്ഷെ അത് ഒരു ചെറിയൊരു ടെമ്പിളും പിന്നെ ഒരു വ്യൂ പോയിൻറ്റും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആ വഴിയാണ് നമ്മൾ വന്നത്. അതിലേക്കൂടെ കയറി ഇങ്ങനെ കുറച്ച് ഒരു വഴി കൂടെ കയറിയിട്ട് പിന്നെ കാണാമോ അവിടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയിട്ട് ഇതിൻ്റെ മുകളിൽ ചെല്ലാൻ പറ്റും. നമ്മളിപ്പോൾ എന്തായാലും കയറുന്നില്ല. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റ്. ഇപ്പോൾ തണുപ്പ് തുടങ്ങി. വെച്ചാൽ സമയം 2 മണി കഴിഞ്ഞു. ഇവിടെ 4 മണിയാകുമ്പോൾ അസ്തമയമാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ പറഞ്ഞ പോലെ തണുപ്പ് ഒക്കെ വീണ്ടും തുടങ്ങും. ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. ഹായ്. ഹലോ. ദിവ്യതേ ആ മോളുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ ഏകദേശം രാത്രിയായപ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക തിൻഫുലുള്ള ഹോട്ടലിലെത്തി. ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വരുന്ന വഴിക്കുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ തൊട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.